ഓൾമോസ്റ്റ് എൻ്റെ അത്രയും ഹൈറ്റ് വരുന്ന ഈ ലാർജ് ആയിട്ടുള്ള പോർട്രേറ്റ് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത 3 സ്ട്രാറ്റജീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പോയിന്റ് നമ്പർ 1, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇത് ഔട്ട്ലൈൻ ഇടുമ്പോഴാണെങ്കിലും കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പേടിയും കൺഫ്യൂഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് സ്മോൾ എന്ന് ഉദ്ദേശിച്ചത് ചെറുതാക്കി വരയ്ക്കണം എന്നല്ല. ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോർഷൻസ്, ചെറിയ ചെറിയ സ്മോൾ പോർഷൻസ് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. പോർഷൻ ബൈ പോർഷൻ അപ്രോച്ച് എന്നൊക്കെ പറയും. അപ്പോൾ ചെറിയ ചെറിയ പാർട്സ് എടുത്ത് കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയി പോയ സമയത്ത് എനിക്കൊരു പ്രശ്നം പറ്റി. കാരണം ഇതിലെ കുറേ ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ പോർഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സാരിയുടെ ഡിസൈൻ, ഈ സാരി ഫുള്ളും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏത് പാറ്റേൺ നോക്കിയാലും അത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും അതും ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇവിടെ സെയിം എലമെൻറ്റ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻറ്റും എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഡ്രോയിങ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ബേസിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതിലെ ഓരോ ഫണ്ടമെന്റൽസ് നിങ്ങൾ സ്ട്രോങ് ആക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കാനും ബോറടി ഇല്ലാതെ ആർട്ടിനെ സമീപിക്കാനും സാധിക്കും. കൂടാതെ നമ്മളോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും നമുക്ക് ആർട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് എക്സാക്ട്ലി നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. 3ാമത്തെ സ്ട്രാറ്റജി റിഫൈൻ ആൻഡ് റിഫൈൻ. ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ള ഏരിയാസ് ഉണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഓരോ സ്റ്റെപ്പിലും അതിനേക്കാൾ ബെറ്റർ ആക്കാൻ റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൈയുടെ സ്കിൻ ടോൺ കണ്ടോ, ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കിൻ ടോൺ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷെ പിന്നീട് ഇവിടെ ഈ ഒരു ഹാൻഡ് ചെയ്ത സമയത്ത്, എൻ്റെ കൈ ചെയ്ത സമയത്ത് എനിക്കത് കുറച്ചും കൂടി റിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓരോ ലെവൽ കഴിയുമ്പോഴും നമ്മുടെ ചിത്രം റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ റിഫൈൻ ചെയ്തെടുത്തിട്ടാണ് ഫൈനലി ഈ ഒരു ആർട്ട് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്.